കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിൽ ജീവനൊടുക്കിയ നിതിൻ രാജിൻ്റെ പുതിയ ഓഡിയോ സന്ദേശം. പുതിയതല്ല, നിതിൻ രാജിൻ്റെ ഓഡിയോ സന്ദേശത്തിൻ്റെ ഒരു ഭാഗം കൂടെ പുറത്തേക്ക് വന്നു. താൻ ഡോക്ടറായിട്ടേ പുറത്തിറങ്ങുമെന്നും ആരൊക്കെ തളർത്തിയാലും അത് നേടിയെടുത്തിരിക്കും എന്നാണ് നിതിൻ രാജ് പറയുന്നതായിട്ട് ആ ഓഡിയോ സന്ദേശത്തിൽ കേൾക്കുന്നത്. നിതിൻ്റെ സുഹൃത്തിനയച്ച ഒരു ഓഡിയോ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഞാൻ ഡ്രോപ്പ് ആക്കുമെന്ന് ചോദിച്ചാൽ എനിക്ക് ഉറപ്പൊന്നുമില്ല. എനിക്കും എന്നെ പോലെയാ, ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല. എനിക്ക് പഠിക്കുന്ന ഗ്രാജുവേറ്റഡ് ആകണം, ഡോക്ടറായി ഇറങ്ങണം. അതിപ്പോൾ ഇനി ആരൊക്കെ തളർത്താണ്ടായിരുന്നെങ്കിലും അവിടെ നിന്ന് പഠിച്ചിറങ്ങാൻ ഒരു മനസ്സുണ്ടെങ്കിൽ അത് എന്തായാലും നേടിയെടുത്തിരിക്കും. അതേസമയം നിതിൻ്റെ മരണത്തിൽ ആരോപണ വിധേയനായ ഡോക്ടർ റാമും ഡോക്ടർ സംഗീതയും ഒളിവിൽ തുടരുകയാണ്. മുൻകൂർ ജാമ്യം നേടാനുള്ള ശ്രമത്തിലാണ് ഈ രണ്ട് പ്രതികളും. നിഖിൽ അളവൂർ അവിടെ നിന്ന് ചേരുന്നു. നിഖിൽ, ഈ ഓഡിയോ സന്ദേശം വളരെ വളരെ സങ്കടകരമായ, വളരെ ദുഃഖമുണ്ടാക്കുന്ന കാര്യമാണല്ലോ. ആ കുട്ടി എത്രമാത്രം വലിയ നിശ്ചയദാർഢ്യത്തോടെയായിരുന്നു ഈ വലിയ മോശം ജീവിത സാഹചര്യങ്ങളിലൂടെ, ബുദ്ധിമുട്ട് പിടിച്ച സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെ പഠിച്ച് ഒരു നിശ്ചയദാർഢ്യത്തോടെ ഉറപ്പായിട്ടും ഡോക്ടറായിട്ടേ പുറത്തേക്ക് ഇറങ്ങൂ, എന്ത് തന്നെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വന്നാലും എന്ന തീരുമാനമെടുത്ത ഒരു ആളായിരുന്നു നിതിൻ എന്ന് മനസ്സിലാവുകയാണല്ലോ നമുക്ക് ആ ശബ്ദത്തിലൂടെ. അത് സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ കേൾക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ എന്താണ്, എപ്പോഴാണ് അത് പുറത്തു വന്നിരിക്കുന്നത്, അത് എന്ത് സാഹചര്യത്തിലാണ് അയച്ചത്? അതായത് ഈ അധ്യാപകർ തന്നെ ഉപദ്രവിക്കുന്ന കാര്യം പറഞ്ഞതിന് ശേഷമാണോ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ ഉറപ്പായിട്ടും ഡോക്ടറായിട്ടേ പുറത്തേക്ക് ഇറങ്ങുകയുള്ളൂ എന്ന് ആ കുട്ടി പറയുന്നത്? മറ്റെന്തൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്? സനീഷ്, ഏതായാലും ഇത് ഏത് ദിവസം അല്ലെങ്കിൽ ഏത് കാലത്ത് പുറത്തു വന്നതാണ് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. സുഹൃത്തുക്കൾക്ക് അയച്ച ഓഡിയോ സന്ദേശമാണ്. ഏതായാലും പോലീസ് ഈ ഓഡിയോ സന്ദേശങ്ങളുടെ ഏത് സമയത്താണ് എന്ന കാര്യം അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഗ്രാജുവേറ്റ് ആയി പുറത്തിറങ്ങണം, എനിക്കൊരു ഡോക്ടറായി എൻ്റെ കോഴ്സ് പൂർത്തിയാക്കി പുറത്തേക്ക് ഇറങ്ങണം എന്ന് സുഹൃത്തിനോട് ഉറച്ച ശബ്ദത്തിൽ ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി തന്നെ നിതിൻ രാജ് പറയുന്നതാണ് നമുക്ക് ആ ശബ്ദ സന്ദേശത്തിൽ കേൾക്കാൻ കഴിയുന്നത്. അങ്ങനെ ഉറച്ച നിലപാടെടുക്കുന്ന നിതിൻ രാജ് മാത്രമല്ല, അതിൽ പ്രത്യേകം പറയുന്നു, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആരൊക്കെ എന്തൊക്കെ ചെയ്താലും ഞാൻ ഡോക്ടറായി പുറത്തിറങ്ങുമെന്ന് ഉറപ്പിച്ചു പറയുന്ന നിതിൻ രാജ് പൊടുന്നനെ ഈ 10-ാം തീയതി ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നതിന്റെ കാരണം എന്തായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വലിയ സംശയമായി നിൽക്കുന്നത്. അതായത് ഈ അവസാന ദിവസങ്ങളിൽ 10-ാം തീയതിക്ക് അടുത്ത ദിവസങ്ങളിൽ നിതിൻ രാജിനെ മാനസികമായി അത്രത്തോളം തളർത്തിയ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ്. നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ 3 നിഗമനങ്ങളിലേക്കൊക്കെ എത്തിയിട്ടുണ്ടെങ്കിലും ഇതിലേതാണ് എന്ന കാര്യത്തിലാണ് ഇനിയൊരു വ്യക്തത വരേണ്ടത്. ഒപ്പം ഇതിനോട് ചേർത്ത് പറയേണ്ട കാര്യം, ഏതായാലും വലിയ രീതിയിലുള്ള ഹറാസ്മെന്റ് ഈ നിതിൻ രാജിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് ഈ ശബ്ദ സന്ദേശത്തിൽ നിന്ന് കൂടി നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. കാരണം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എൻ്റെ ലക്ഷ്യം കാണണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും നിതിൻ രാജ് അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നേരിട്ടിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. മാത്രമല്ല, മറ്റ് വിദ്യാർത്ഥികൾ നമ്മളോട് പ്രതികരിക്കുമ്പോഴൊക്കെയും പറയുന്നതും ഇത് തന്നെയാണ്. അതുകൊണ്ട് ഈ റാം എന്ന് പറയുന്ന അധ്യാപകന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായി ഇത്തരത്തിലുള്ള മെന്റൽ ടോർച്ചറിങ് ഉണ്ടായിട്ടുണ്ട് എന്നതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷെ അതിനൊപ്പം തന്നെ ഈ നിതിൻ രാജ് ജീവനൊടുക്കാൻ തീരുമാനിക്കുന്നതിന് തൊട്ടു മുൻപ് എന്ത് സംഭവിച്ചു, മാനസികമായി നിതിൻ രാജിനെ അത്രയും തകർത്ത ആ സംഭവം എന്തായിരുന്നു എന്നതാണ് കണ്ടെത്തേണ്ടത്. ഏതായാലും അതിലാണ് അന്വേഷണം തുടരുന്നത്. ഇതിനൊപ്പം തന്നെയാണ് ഈ ആരോഗ്യ സർവകലാശാല കൂടി ഈ വിഷയത്തിൽ വളരെ ഗൗരവത്തോടു കൂടി ഇടപെടുന്നു. നാളെ ഇത്തരത്തിൽ ആരോഗ്യ സർവകലാശാലയുടെ പ്രതിനിധികൾ ഇവിടെ അന്വേഷണ കമ്മീഷൻ പരിശോധനയ്ക്കായി എത്തും. മാത്രമല്ല, പോലീസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി ഈ സഹപാഠികളിൽ നിന്ന്, 1-ാം വർഷ വിദ്യാർത്ഥികളിൽ നിന്നുള്ള മൊഴിയെടുക്കൽ ഉൾപ്പെടെയുള്ള നടപടികളും നാളെ ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. അതേസമയം കോളേജിലെ ഫൈനൽ ഇയർ വിദ്യാർത്ഥികളുടെ സമരം തുടരുകയാണ്. ഇന്നലെ ഈ മാനേജ്മെന്റുമായി ചർച്ചയ്ക്ക് വേണ്ടി വിദ്യാർത്ഥികൾ എത്തിയപ്പോൾ മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രതിനിധി പോലും എത്തിയിരുന്നില്ല. ഇന്നലെ വൈകിട്ട് 5 മണി വരെ വിദ്യാർത്ഥികൾ കാത്തുനിന്നും ആരും എത്തിയില്ല. നാളെ എത്താം എന്നൊരു അറിയിപ്പ് ഇപ്പോൾ അവർക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ അതിൽ വിദ്യാർത്ഥികൾ വലിയ വിശ്വാസ്യത വച്ച് പുലർത്തുന്നില്ല. എന്തായാലും നാളെ കൂടി നോക്കാം എന്നുള്ളതാണ് വിദ്യാർത്ഥികളുടെ നിലപാട്. അതേസമയം റാമും സംഗീത നമ്പ്യാറും ഉൾപ്പെടെയുള്ള ഈ കേസിലെ പ്രതികൾ ഇപ്പോഴും ഒളിവിൽ തന്നെയാണുള്ളത്. ഇവരുടെ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിൽ തന്നെ തുടരുകയാണ്. പോലീസ് ഇവർക്കായുള്ള അന്വേഷണം നടത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ഇത്രയും ദിവസങ്ങളായിട്ടും ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൂടി ശ്രദ്ധേയമാണ്. ശരി, നന്ദി നിഖിൽ വിവരങ്ങൾക്ക്. എന്തായാലും അങ്ങേയറ്റം ദുഃഖകരമാണ്, വളരെ രോഷമുണ്ടാക്കുന്നതാണ് കേരളത്തിനാകെ തന്നെയും ഈ സംഭവം. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം കൂടുതൽ ശക്തമായിട്ട് വരികയാണ്. ഈ അധ്യാപകർക്കെതിരായിട്ട്, പ്രത്യേകിച്ചും ഈ ഡോക്ടർ റാമിനെതിരായിട്ട് ഒരുപാട് പരാതികളാണ് ഈ നിതിൻ്റെ മരണത്തിന് ശേഷം കുട്ടികൾ മുന്നോട്ട് വെക്കുന്നത്. നമുക്ക്